ഇന്ന് ഞാൻ ഇസഹാക്കിൻ്റെ മക്കളുടെ കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇസഹാക്കിന് 2 ആൺമക്കളായിരുന്നു, ഇരട്ടകളായിട്ടാണ് ജനിച്ചതെങ്കിലും ഏശാവും യാക്കോബും തമ്മിൽ ഒരു രൂപസാദൃശ്യം ഉണ്ടായിരുന്നില്ല. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ആദ്യം പുറത്തു വന്നത് ഏശാവായിരുന്നു. അവൻ ചെമ്പട്ട് പുതച്ചവനെ പോലെ ഇരുന്നു. അവൻ്റെ ദേഹമാസകലം രോമങ്ങൾ നിറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് രോമാവൃതൻ എന്നർത്ഥം വരുന്ന ഏശാവ് എന്ന പേര് അവന് നൽകിയത്. എന്നാൽ രണ്ടാമനായ യാക്കോബ് സുന്ദരനായിരുന്നു. ജ്യേഷ്ഠനായ ഏശാവിൻ്റെ കാലിൽ പിടിച്ചുകൊണ്ടാണ് അവൻ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് സ്ഥാനം കൈക്കലാക്കുന്നവൻ എന്ന അർത്ഥത്തിലുള്ള യാക്കോബ് എന്ന് അവനെ വിളിച്ചു. പേര് പോലെ തന്നെയായിരുന്നു ഇവർ രണ്ടുപേരുടെയും സ്വഭാവവും ജീവിത രീതിയും. വളർന്നു വലുതായപ്പോൾ ഏശാവ് ഒരു കർഷകൻ എന്ന നിലയിൽ മാത്രമല്ല, നായാട്ടുകാരൻ എന്ന നിലയിലും വളരെ പ്രശസ്തനായി തീർന്നു. 100 മേനി വിള നൽകാത്ത വയലുകളോ അവൻ്റെ കെണിയിൽ പെടാത്ത മൃഗങ്ങളോ അന്നുണ്ടായിരുന്നില്ല. വേട്ടമാംസം ഭക്ഷിക്കുന്നതിൽ വളരെ ഇഷ്ടമുണ്ടായിരുന്ന അവൻ്റെ പിതാവായ ഇസഹാക്കിന് അതുകൊണ്ട് തന്നെ ഏശാവിനോട് ഒരിത്തിരി ഇഷ്ടക്കൂടുതലുണ്ടായിരുന്നു. യാക്കോബ് ഒരു കർഷകനായിരുന്നു. അവൻ ശാന്തപ്രകൃതിയും വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുന്നവനുമായിരുന്നു. ഒന്നിനും ധൃതിയില്ല, എടുത്തുചാട്ടമില്ല. ഏതൊരു കാര്യവും ചിന്തിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ചെയ്യൂ. വളരെ കുറച്ച് ആവശ്യത്തിന് മാത്രം സംസാരം. കാര്യഗൗരവവും ചിന്തയുടെ പക്വതയും അവൻ്റെ വാക്കുകളിൽ എപ്പോഴും പ്രകടമായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയായ റെബേക്കയ്ക്ക് കുറച്ച് ഇഷ്ടക്കൂടുതൽ ഇളയ മകനായ യാക്കോബിനോടായിരുന്നു. ഇത് മാത്രമല്ല, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഈ കുട്ടികൾ എപ്പോഴും വഴക്കു കൂടുമായിരുന്നു. അമ്മയ്ക്കത് അറിയാമായിരുന്നു, വയറ്റിനുള്ളിൽ തന്നെ മക്കൾ വഴക്കു കൂടുകയാണെന്ന്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വളരെ ദുഃഖമുണ്ടായിരുന്നു. ഭക്തയായ അമ്മ ഇക്കാര്യങ്ങൾ ദൈവത്തിനോട് പങ്കുവെച്ചു. അപ്പോൾ ദൈവം അവർക്ക് ഒരു വെളിപാട് കൊടുത്തു. ദൈവം പറഞ്ഞു, നിൻ്റെ ഉള്ളിൽ 2 മഹാവംശങ്ങളാണ് രൂപം കൊണ്ടിരിക്കുന്നത്. അവർ 2 ജനതകളായിത്തീരും. ഒന്ന് മറ്റേതിനേക്കാൾ ശക്തിയുള്ളതായിരിക്കും. നിൻ്റെ മൂത്ത മകൻ ഇളയവന് ദാസ്യവേല ചെയ്യും. ഈ വെളിപാട് ഈ അമ്മ എപ്പോഴും ഓർമ്മിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിതാവായ ഇസഹാക്കിന് മൂത്ത മകനായ ഏശാവിനോട് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നു. അത് അനുജനായ യാക്കോബിന് കുറച്ച് വിഷമമുണ്ടാക്കി. പിതാവിന് തന്നോട് കൂടുതൽ ഇഷ്ടമായതുകൊണ്ടും താൻ ജ്യേഷ്ഠനായതുകൊണ്ടും യാക്കോബിനോട് കുറച്ച് അധികാരഭാവത്തിൽ ഏശാവ് ഇടപെടാറുണ്ടായിരുന്നു. ഇത് യാക്കോബിന് തീരെ ഇഷ്ടമായിരുന്നുമില്ല. ഏശാവിൻ്റെ ദുഷ്പ്രവർത്തികളിലും അവൻ്റെ നിരുത്തരവാദിത്തപരമായ പെരുമാറ്റത്തിലുമൊക്കെ മറ്റൊരാൾ കൂടി വിഷമിക്കുന്നുണ്ടായിരുന്നു. അത് ഇവരുടെ മുത്തച്ഛനായ അബ്രഹാമായിരുന്നു. അബ്രഹാം എന്നും ഏശാവിനെ ചൊല്ലി വിഷമിച്ചു. അങ്ങനെ ഒരിക്കൽ അബ്രഹാം മരിച്ചുപോയി. അബ്രഹാം മരിച്ചത് ഏശാവ് അറിഞ്ഞതേയില്ല. അയാൾ നായാടി നടക്കുകയായിരുന്നു. അന്ന് നായാട്ടൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് വൈകുന്നേരം ഏശാവ് തിരിച്ചു വന്നപ്പോൾ യാക്കോബ് മുറ്റത്തിരുന്ന് പയർ വേവിക്കുന്നത് കണ്ടു. അവരുടെ കൂടാരത്തിൻ്റെ മുറ്റത്തിരുന്ന് യാക്കോബ് പയർ കറി വെക്കുന്നു. അപ്പോൾ ഏശാവ് ചോദിച്ചു, ഇതെന്താ പതിവില്ലാതെ പയർ കറി? എന്തായാലും നന്നായി, എനിക്ക് ഒരു കാട്ടുപോത്തിനെ തിന്നാനുള്ള വിശപ്പുണ്ട്. പയറെങ്കിൽ പയർ എനിക്ക് കുറച്ചതാ. അപ്പോൾ യാക്കോബ് ചോദിച്ചു, ജ്യേഷ്ഠനൊന്നും അറിഞ്ഞില്ലേ? നമ്മളുടെ മുത്തച്ഛൻ മരിച്ചുപോയി. അപ്പോൾ ഏശാവ് പറഞ്ഞു, പകൽ മുഴുവൻ കാട്ടിലും മേട്ടിലും ഒക്കെ കഴിയുന്ന ഞാനിതൊക്കെ എങ്ങനെ അറിയുന്നത്? അപ്പോൾ യാക്കോബ് ഏശാവിനെ കുറ്റപ്പെടുത്തി. കൊള്ളാം, മരണാനന്തര കർമ്മങ്ങൾ ചെയ്യേണ്ട ആളല്ലേ അങ്ങല്ലേ മൂത്തത്, എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാമോ? അപ്പോൾ ഏശാവ് പറഞ്ഞു, എന്നെ നീ കുറ്റം പറയൊന്നും വേണ്ട. മുത്തച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ നീയല്ലേ ഇപ്പോൾ പയർ കറി വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യാക്കോബ് പറഞ്ഞു, ജ്യേഷ്ഠനാണെന്ന് പറഞ്ഞ് നടക്കാമെന്നല്ലാതെ ആ സ്ഥാനത്തിൻ്റെ അർത്ഥമൊന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കാരണവന്മാർ മരിക്കുമ്പോൾ പയർ കറി വെക്കുന്നത് ഒരു ദുഃഖാചരണത്തിൻ്റെ ഭാഗമാണ്. വീട്ടിൽ മാംസം പാകം ചെയ്യാതിരിക്കുന്നതും പച്ചക്കറികൾ മാത്രം ഉപയോഗിക്കുന്നതും അതുകൊണ്ടാണ്. വരും ജന്മത്തിലും നമ്മുടെ പിതൃക്കൾക്ക് നമ്മളോട് സ്നേഹമുണ്ടാകാനാണ് നാം ഇങ്ങനെ ചെയ്യുന്നത്. അദ്ദേഹം വരും ജന്മത്തിലും നമ്മുടെ മുത്തച്ഛനായി ജനിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ പയറേറി വെക്കുന്നത്. അപ്പോൾ ഏശാവ് യാക്കോബിനോട് ദേഷ്യപ്പെട്ടു. ഈ ജന്മത്തിൽ തന്നെ എനിക്ക് വലിയ വിശ്വാസമല്ല, പിന്നല്ലേ വരാനിരിക്കുന്ന ജന്മം. ഞാൻ നിന്നെ മടയൻ യാക്കോബ് എന്ന് വിളിക്കുന്ന വെറുതെ അല്ല. എടാ, മരിച്ചവരാരെങ്കിലും ജനിച്ചതായിട്ട് പിന്നെ നീ കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദവും നോഹയും എല്ലാം പിന്നെ ജനിക്കേണ്ടതല്ലേ? അപ്പോൾ യാക്കോബ് ചോദിച്ചു, അപ്പോൾ നമ്മുടെ മുത്തച്ഛൻ അബ്രഹാമിൻ്റെ മരണാനന്തര കർമ്മങ്ങൾ ആര് ചെയ്യും? ഏശാവ് പറഞ്ഞു, എനിക്ക് വയ്യ, വേണമെങ്കിൽ നീ ചെയ്യ്. യാക്കോബ് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത് മനഃപൂർവ്വമായിരുന്നു. അതിന് അവൻ ആഗ്രഹിച്ച മറുപടി തന്നെ ഏശാവിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ യാക്കോബ് പറഞ്ഞു, ഞാൻ വെറുതെ അങ്ങ് ചെയ്യുകയൊന്നുമില്ല. നീയാണ് മൂത്താൾ, നീയാണ് ചെയ്യേണ്ടത്. പക്ഷെ നീ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ജ്യേഷ്ഠനുള്ള അവകാശം തരികയാണെങ്കിൽ മാത്രം ഞാൻ ആ കർമ്മങ്ങൾ ചെയ്തോളാം. അതായത് എനിക്ക് നിൻ്റെ ജ്യേഷ്ഠാവകാശം വെച്ച് മാറണം. ഈ ചോദ്യത്തിൻ്റെയും അവകാശവാദത്തിൻ്റെ അർത്ഥമൊന്നും ഏശാവിന് മനസ്സിലായില്ല.
അയാൾക്കപ്പോൾ വിശപ്പ് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അയാൾക്ക് യാക്കോബ് വെച്ചുകൊണ്ടിരുന്ന പയറ് കറി കഴിക്കുകയും ചെയ്യണമായിരുന്നു. അതുകൊണ്ട് അയാൾ പറഞ്ഞു, എനിക്ക് പ്രതിഫലം തന്നാൽ ഞാൻ എൻ്റെ ജ്യേഷ്ഠാവകാശം നിനക്ക് തന്നോളാം, അതുകൊണ്ട് നീ എനിക്ക് വേഗം പയറ് കറി താ. അപ്പോൾ യാക്കോബ് പറഞ്ഞു, വേല മനസ്സിലിരിക്കട്ടെ, നീ അങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ, നീ എൻ്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്യണം, നിൻ്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് പയറ് തരാം. ഏശാവ് ഒന്നും ചിന്തിക്കാതെ യാക്കോബിൻ്റെ തലയിൽ കൈവച്ച് തൻ്റെ ജ്യേഷ്ഠാവകാശം അവന് കൊടുത്തതായിട്ട് പ്രഖ്യാപിച്ചു. എന്നിട്ട് പയറ് കറി വാങ്ങി കഴിക്കുകയും ചെയ്തു. മാത്രമല്ല അബ്രഹാമിൻ്റെ മരണാനന്തര കർമ്മങ്ങളൊക്കെ അങ്ങനെ ചെയ്തത് യാക്കോബാണ്. ഇതറിഞ്ഞ പിതാവായ ഇസഹാക്ക് യാക്കോബിനോട് കോപിച്ചെങ്കിലും അവനത്ര കാര്യമൊന്നും ആക്കിയില്ല. കാരണം ഇപ്പോൾ പ്രായമായി കണ്ണൊക്കെ കാണാതിരിക്കുന്ന തൻ്റെ പിതാവിന് കുറച്ച് ഭക്ഷണം കൊടുത്താൽ അദ്ദേഹം സന്തോഷിച്ചു കൊള്ളും എന്ന കാര്യം യാക്കോബിന് നന്നായിട്ട് അറിയാമായിരുന്നു. ഭക്ഷണമല്ലാതെ ഇപ്പോൾ ഇസഹാക്കിന് പ്രത്യേകിച്ച് ചിന്തയൊന്നുമില്ല. എന്തായാലും ഇസഹാക്ക് പ്രായം കൂടുന്തോറും അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച മങ്ങി മങ്ങി വന്നു. അവസാനം അദ്ദേഹം അന്ധനായിട്ട് മാറി. ഈ അന്ധത ഉണ്ടായതിനൊരു കാരണമുണ്ട്. പണ്ട് പിതാവായ അബ്രഹാം മോറിയ മലയിൽ വെച്ച് ഇസഹാക്കിനെ ബലി ചെയ്യുന്നതിനായിട്ട് കത്തി വീശുന്നത് കണ്ട മാലാഖമാർ ആകാശത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞിരുന്നു. അന്ന് അവരുടെ കണ്ണുനീർത്തുള്ളികൾ വന്ന് വീണത് ഹോമകുണ്ടത്തിൽ കിടക്കുകയായിരുന്ന ഇസഹാക്കിൻ്റെ കണ്ണുകളിലായിരുന്നു. അന്ന് മുതൽ അയാൾ കുറേശ്ശെയായിട്ട് അന്ധത അനുഭവിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പ്രായമായപ്പോഴേക്കും അയാൾ പൂർണ്ണമായിട്ടും അന്ധനായിട്ട് മാറി. അങ്ങനെ വർഷങ്ങൾ പലത് കടന്നുപോയി. ഒരു പാത്രം പയറ് കറിക്ക് വേണ്ടിയിട്ട് തൻ്റെ ജ്യേഷ്ഠാവകാശം അനുജന് വിറ്റ കഥ ഓർത്തു വെക്കാനൊന്നും ഏശാവിന് നേരമുണ്ടായിരുന്നില്ല. കിളയും വിതയും കൊയ്ത്തും മെതിയും നായാട്ടും ഒക്കെ ആയിട്ട് അയാൾ അങ്ങനെ കഴിഞ്ഞു. ഏശാവിന് 40 വയസ്സായി. അയാളെ വിവാഹം കഴിച്ചു. ഒന്നല്ല 2 പേരെ. ബേരിയുടെ മകൾ യൂദിത്തിനെയും ഏലോണിൻ്റെ മകൾ ബാസ്മത്തിനെയും. പക്ഷേ മരുമക്കൾ 2 പേരും കൂടി ഇസഹാക്കിൻ്റെയും റബേക്കയുടെയും ജീവിതം ദുരിതപൂർണ്ണമാക്കി. ഇവർ എപ്പോഴും പരസ്പരം വഴക്കായിരുന്നു. അതോടെ ഇസഹാക്ക് തൻ്റെ മുറിക്കുള്ളിലേക്ക് ഒതുങ്ങി. അധികം പുറത്തൊന്നും നടക്കാതെയായി. റബേക്കയും ആകെ വിഷമിച്ചു. എന്നാൽ തലമുറകൾ തനിക്ക് സമ്മാനിച്ച അനുഗ്രഹങ്ങൾ തനിക്ക് ശേഷമുള്ള തലമുറയ്ക്കും കൈമാറാൻ കൊതിച്ച ഇസഹാക്ക് ഒരു ദിവസം തൻ്റെ മൂത്ത പുത്രനായ ഏശാവിനെ വിളിച്ച് മുന്നിൽ നിർത്തി. എന്നിട്ട് പറഞ്ഞു, മകനെ, ഞാൻ വൃദ്ധനായിരിക്കുന്നു. കണ്ണുകളുടെ കാഴ്ച പോയി. ഇനി എപ്പോൾ വേണമെങ്കിലും ഞാൻ ഈ ഭൂമി വിട്ടു പോയേക്കാം. അതുകൊണ്ട് അമ്പും വില്ലും എടുത്ത് നീ നായാട്ടിന് പുറപ്പെടുക. വേട്ടയാടി കിട്ടുന്ന മാനിൻ്റെ ഇറച്ചി എനിക്ക് ഏറ്റവും രുചികരമായ രീതിയിൽ പാകം ചെയ്തു തരിക. ഇത് എൻ്റെ അന്ത്യാഭിലാഷമാണ്. അത് ഭക്ഷിച്ച് തൃപ്തനായിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ഏശാവിന് സന്തോഷമായി. അയാൾ തൻ്റെ അമ്പും വില്ലും എടുത്തുകൊണ്ട് നായാട്ടിനായിട്ട് കാട്ടിലേക്ക് പോയി. തൻ്റെ അന്ത്യാഭിലാഷം ഇസഹാക്ക് ഏശാവിനോട് പറയുന്നത് തൊട്ടടുത്ത് നിന്നിരുന്ന റബേക്ക കേട്ടിരുന്നു. ഏശാവ് വേട്ടയ്ക്കായി കാട്ടിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും റബേക്ക തനിക്ക് പ്രിയപ്പെട്ട മകനായ യാക്കോബിൻ്റെ അടുത്ത് ചെന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ റബേക്ക പറയുന്നതിനൊരു കാരണമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അമ്മയുടെ ഉദരത്തിൽ കിടന്ന് വഴക്കിട്ടുകൊണ്ടിരുന്ന മക്കളെപ്പറ്റി അമ്മ വിഷമിച്ചപ്പോൾ ദൈവം ഒരു വാഗ്ദാനം കൊടുത്തിരുന്നു. അത് നടപ്പിലാക്കണം, അത് നടക്കാതെ പോകരുത് എന്ന് അമ്മയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇളയ മകനോട് അമ്മ ഇക്കാര്യങ്ങൾ ചെന്ന് പറഞ്ഞത്. അമ്മ മകനോട് പറഞ്ഞു, നീ ആട്ടിൻ പറ്റത്തിൽ ചെന്നിട്ട് അവയിൽ നിന്ന് ഏറ്റവും നല്ല കുഞ്ഞാടുകളെ പിടിച്ചുകൊണ്ട് വരണം. ഞാൻ അപ്പന് ഏറ്റവും പ്രിയപ്പെട്ടതും സ്വാദിഷ്ടവുമായ ഭക്ഷണം ഉണ്ടാക്കി നിൻ്റെ കയ്യിൽ തരാം. അത് കഴിച്ചിട്ട് അപ്പൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ യാക്കോബ് പറഞ്ഞു, അമ്മേ, പിതാവിന് എന്നെ മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ കണ്ണ് കാണില്ല എന്നേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് എൻ്റെ ശബ്ദം കൊണ്ടും എൻ്റെ ശരീരം കൊണ്ടും എന്നെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാനതൊക്കെ നോക്കിക്കൊള്ളാം, നീ പോയി ആടിനെ കൊണ്ടുവാ. അങ്ങനെ യാക്കോബ് പോയി ഏറ്റവും നല്ല 2 ആട്ടിൻകുട്ടികളെ കൊണ്ടുവന്നു. അപ്പോഴും യാക്കോബ് പറഞ്ഞു, അമ്മ, എനിക്ക് പേടിയാവുന്നുണ്ട്. എൻ്റെ ശരീരം പോലെ അല്ല ഏശാവിൻ്റെ ശരീരം. അവൻ്റെ ദേഹം മുഴുവൻ രോമങ്ങൾ നിറഞ്ഞതാണ്. എൻ്റേത് മിനുസമായ ശരീരമാണ്. അനുഗ്രഹിക്കുന്നതിനായിട്ട് അപ്പൻ എന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ ഈ വ്യത്യാസം തിരിച്ചറിയുകയും താൻ വഞ്ചിക്കപ്പെട്ടതായിട്ട് മനസ്സിലാകുകയും ചെയ്യും. പിന്നെ അനുഗ്രഹത്തിന് പകരം ശാപമായിരിക്കും എനിക്ക് കിട്ടുന്നത്. പിതാവ് ശപിക്കുന്നത് ദൈവശാപത്തിന് തുല്യമാണ്. അമ്മയല്ലേ ശാപത്തിൻ്റെ കഥകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ആ അമ്മ തന്നെ എന്നെ അരുതാത്തത് ചെയ്യാൻ ഇങ്ങനെ പ്രേരിപ്പിച്ചാലോ? അപ്പോൾ അമ്മ പറഞ്ഞു, നീ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട. ശപിക്കുന്നെങ്കിൽ ആ ശാപം ഞാൻ സഹിക്കും. നീ സമാധാനമായിട്ട് ഇരുന്നുകൊള്ളുക. ഞാൻ ഈ ആട്ടിൻകുട്ടിയെ കറി വെക്കട്ടെ. അങ്ങനെ യാക്കോബ് കൊണ്ടുവന്ന കുഞ്ഞാടുകളെ കൊന്ന് റബേക്ക തൻ്റെ ഭർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടതും രുചികരവുമായ ഭക്ഷണം തയ്യാറാക്കി. എന്നിട്ട് വിശേഷ അവസരങ്ങളിൽ ഉപയോഗിക്കുന്നതായിട്ട് ഇസാക്ക് കരുതി വെച്ചിരുന്ന കുറേ വസ്ത്രങ്ങളെടുത്ത് യാക്കോബിനെ അണിയിച്ചൊരുക്കി. മാത്രമല്ല അന്നേരം കൊന്ന ഈ ആട്ടിൻകുട്ടികളുടെ രോമമുള്ള ആ തോലെടുത്ത് യാക്കോബിൻ്റെ ദേഹം മുഴുവൻ മൂടി. അവൻ്റെ കൈകാലുകളും കഴുത്തും അവ കൊണ്ട് അവർ പൊതിഞ്ഞു വെച്ചു.
അമ്മ ഒരുക്കിയ ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ട് യാക്കോബ് പിതാവിൻ്റെ സന്നിധിയിലെത്തി. എന്നിട്ട് പറഞ്ഞു, അപ്പാ, ഞാൻ വേട്ടയാടി കിട്ടിയ വിഭവങ്ങൾ കൊണ്ട് അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. കണ്ണ് കാണില്ലെങ്കിലും ഇസഹാക്ക് ചോദിച്ചു, നീ ആരാണ് മകനെ? അപ്പോൾ യാക്കോബ് കള്ളം പറഞ്ഞു, ഞാൻ അങ്ങയുടെ മൂത്ത മകനായ ഏശാവാണ്. ഇവ ഭക്ഷിച്ച് എന്നെ അനുഗ്രഹിച്ചാലും. അപ്പോൾ ഇസഹാക്ക് ചോദിച്ചു, മകനെ, നീ വേട്ടയാടാൻ പോയിട്ട് അധികം നേരമായില്ലല്ലോ, ഇത്ര പെട്ടെന്ന് നിൻ്റെ വേട്ട കഴിഞ്ഞോ? ഇത് കേട്ട് യാക്കോബ് ഒന്ന് പതറിയെങ്കിലും അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ദൈവം നല്ലൊരു മാനിനെ പെട്ടെന്ന് എൻ്റെ മുന്നിൽ എത്തിച്ചു തന്നു. ഒരുപാട് കാലം ജീവിച്ച് ജീവിതത്തിൻ്റെ നേരും നെറുകേടും ഒക്കെ കണ്ടു പരിചയിച്ച ഇസഹാക്കിന് അപ്പോഴും സംശയം തോന്നി. അദ്ദേഹം പറഞ്ഞു, നീ എൻ്റെ മകൻ ഏശാവ് തന്നെയാണെങ്കിൽ നീ എൻ്റെ അടുത്തേക്ക് വരിക, ഞാൻ നിന്നെ ഒന്ന് തൊട്ട് നോക്കി ഏശാവ് തന്നെയാണോ എന്ന് തിരിച്ചറിയട്ടെ. മാതാവ് ഇക്കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മകൻ്റെ ദേഹം ആട്ടിൻ തോലിലാൽ പൊതിഞ്ഞിരുന്നത്. അതുകൊണ്ട് യാക്കോബ് മുന്നോട്ട് നീങ്ങി നിൽക്കുകയും പിതാവ് അവനെ കെട്ടിപ്പിടിച്ച് ദേഹം മുഴുവൻ തടവി നോക്കുകയും ചെയ്തു. വസ്ത്രങ്ങൾക്ക് ഏശാവിൻ്റെ വിയർപ്പ് ഗന്ധമുണ്ടായിരുന്നു. അവൻ്റെ കഴുത്തും കൈകളും ഒക്കെ രോമം മൂടിയിരുന്നു. അതുകൊണ്ട് ഇത് ഏശാവ് തന്നെയാണ് എന്ന് പിതാവ് തീർച്ചപ്പെടുത്തി. പക്ഷെ അവൻ്റെ ശബ്ദം എപ്പോഴും യാക്കോബിൻ്റെ തന്നെയാണല്ലോ എന്ന് അപ്പോഴും പിതാവിന് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും ചോദിച്ചു, സത്യമായും നീ എൻ്റെ മകൻ ഏശാവ് തന്നെയാണോ? അതെ എന്ന് യാക്കോബ് പറഞ്ഞു. അവൻ അപ്പൻ്റെ മുന്നിൽ വിഭവങ്ങൾ ഒന്നായി നിരത്തി. ആവി പൊന്തുന്ന ഇറച്ചിക്കറിയും ഗോതമ്പിൻ്റെ അപ്പവും വീര്യമുള്ള വീഞ്ഞും ഒക്കെ അവൻ പിതാവിൻ്റെ മുന്നിൽ നിരത്തി വെച്ചു. ഇസഹാക്ക് ഭക്ഷിച്ചും പാനം ചെയ്തും തൃപ്തനായി. ആ സന്തോഷത്തിൽ ആ വൃദ്ധപിതാവിൻ്റെ കണ്ണുകൾ നനഞ്ഞു. മകൻ്റെ കുനിഞ്ഞ ശിരസിൽ ഇരു കൈകളും കമഴ്ത്തി വെച്ച് അദ്ദേഹം അവനെ അനുഗ്രഹിച്ചു. ആകാശത്തിൻ്റെ മഞ്ഞും ഭൂമിയുടെ ഫലപുഷ്ടിയും ദൈവം നിനക്ക് നൽകട്ടെ. ധാന്യവും വീഞ്ഞും നിൻ്റെ കലവറകളിൽ സമൃദ്ധമാകട്ടെ. ജനതകൾ നിനക്ക് സേവ ചെയ്യട്ടെ. രാജ്യങ്ങൾ നിൻ്റെ മുൻപിൽ തല കുനിക്കട്ടെ. നിൻ്റെ സഹോദരങ്ങൾക്ക് നീ നാഥനായിരിക്കുക. നിന്നെ ശപിക്കുന്നവൻ ശബ്ദനും അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതനുമായി തീരട്ടെ. അനുഗ്രഹവും വാങ്ങി അപ്പൻ്റെ കൂടാരത്തിൽ നിന്നും യാക്കോബ് പുറത്തു കടന്നു. പക്ഷേ അവൻ്റെ മനസ്സ് വല്ലാതെ ഭാരപ്പെട്ടും കലങ്ങിയും ഇരുന്നു. ഏശാവിന് കിട്ടേണ്ട അനുഗ്രഹമാണ് തനിക്ക് കിട്ടിയതെന്ന് അവൻ അറിയാമായിരുന്നു. ഒരു പാത്രം പയറുകറിക്ക് വേണ്ടി താൻ നേരത്തെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠസ്ഥാനം വാങ്ങി എന്നത് ശരി തന്നെ. പക്ഷേ പിതാവ് ഈ അനുഗ്രഹം കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നത് ഏശാവിനാണ്. അതാണ് താനിപ്പോൾ വാങ്ങിയിരിക്കുന്നത്. അമ്മയുടെ വാക്ക് കേട്ടിട്ട് ഇങ്ങനെ ചെയ്തതാണെങ്കിൽ പോലും യാക്കോബിന് ഹൃദയത്തിന് വലിയ ഭാരം അനുഭവപ്പെട്ടു. അപ്പോഴേക്കും നായാട്ട് കഴിഞ്ഞ ഏശാവ് തിരിച്ചെത്തി. പിതാവ് ആഗ്രഹിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ അമ്മ തന്നെ ഒരുക്കി കൊടുത്തു. കുളിച്ച് വൃത്തിയായി അപ്പനുള്ള ഭക്ഷണവുമായിട്ട് ഏശാവും ഇസഹാക്കിൻ്റെ കൂടാരത്തിലെത്തി. എന്നാൽ ഇസഹാക്കാകട്ടെ നേരത്തെ കഴിച്ച രുചികരമായ സമൃദ്ധമായ ഭക്ഷണത്തിൻ്റെയും വീഞ്ഞിൻ്റെയും ലഹരിയിൽ എന്തൊക്കെയോ സ്വപ്നം കണ്ട് മയങ്ങിക്കിടക്കുകയായിരുന്നു. ഏശാവ് അപ്പനെ വിളിച്ചുണർത്തി, അപ്പാ, ഞാനിത് അങ്ങേക്ക് ഏറ്റവും പ്രിയപ്പെട്ട നായാട്ടിറച്ചിയുമായി വന്നു നിൽക്കുന്നു. മാനിറച്ചി, തേനടകൾ, ഗോതമ്പപ്പം, വീഞ്ഞ് എന്ന് വേണ്ട എല്ലാം കരുതിയിട്ടുണ്ട്. ഇവ ഭക്ഷിച്ച് അപ്പൻ എന്നെ അനുഗ്രഹിച്ചാലും. ഇസഹാക്ക് തപ്പിത്തടഞ്ഞെഴുന്നേറ്റു. കാലുകൾ നിലത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. തലയ്ക്ക് വല്ലാത്ത ഭാരമുള്ളതുപോലെയും. നീ ആരാണ് മകനെ? എൻ്റെ സ്വരം കേട്ടിട്ടും അപ്പൻ എന്നെ മനസ്സിലാകുന്നില്ലേ? ഞാൻ അങ്ങയുടെ പുത്രൻ ഏശാവാണ്. താൻ സംശയിച്ചത് ശരിയായി എന്ന് ഇസഹാക്കിന് തോന്നി. അപ്പോൾ എനിക്ക് മുമ്പേ നായാട്ടിറച്ചിയും ഭക്ഷണവും വീഞ്ഞും നൽകി എന്നിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയത് ആരായിരുന്നു? യാക്കോബായിരുന്നോ? ആ അനുഗ്രഹങ്ങൾ അവനിൽ നിന്ന് ഞാൻ എങ്ങനെ തിരിച്ചെടുക്കും കുഞ്ഞേ? അവനിനി എന്നും അനുഗ്രഹപ്പെട്ടവൻ തന്നെ ആയിരിക്കുമല്ലോ. പിതാവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഏശാവിന് എന്തെന്നില്ലാത്ത ദേഷ്യവും ദുഃഖവും ഒക്കെ തോന്നി. നിന്റെ സഹോദരൻ നിന്നെ കബളിപ്പിച്ചു. നിനക്ക് നൽകാൻ ഞാൻ കരുതി വെച്ചിരുന്ന അനുഗ്രഹങ്ങളെല്ലാം അവൻ വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ഇസഹാക്ക് ചോദിച്ചു. അപ്പോൾ ഏശാവ് പറഞ്ഞത്, രണ്ടാമത്തെ തവണയാണ് അവനെ ചതിക്കുന്നത്. ആദ്യം ഒരു പാത്രം പയറ് കറിക്ക് വേണ്ടി അവൻ എനിക്കുള്ള ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു. ഇപ്പോൾ ഇത് എനിക്ക് വേണ്ടി കരുതി വെച്ച അനുഗ്രഹങ്ങളും തട്ടിയെടുത്തു. അങ്ങയുടെ പക്കൽ ഇനി എനിക്കായി അനുഗ്രഹങ്ങളൊന്നും ബാക്കിയില്ലേ പിതാവേ? ഏശാവ് കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അപ്പോൾ ഇസഹാക്ക് പറഞ്ഞു, കുഞ്ഞേ, ഞാൻ അവനെ നിൻ്റെ യജമാനനാക്കി കഴിഞ്ഞല്ലോ. ധാന്യവും മീഞ്ഞും നിറയുന്ന കലവറകൾ മുഴുവൻ ഞാൻ അവന് നൽകി. അവനെ ഞാൻ സമ്പന്നനാക്കി. ഞാൻ നിനക്കിനി എന്ത് നൽകാനാണ്? അപ്പോൾ ഏശാവ് ചോദിച്ചു, അങ്ങനൊരു വരം മാത്രമേ അങ്ങയുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ? എനിക്ക് തരാൻ അങ്ങയുടെ കയ്യിൽ ഒന്നും ബാക്കിയില്ലേ? അപ്പോൾ പിതാവ് പറഞ്ഞു, ആകാശത്തിൻ്റെ മഞ്ഞിൽ നിന്നും ഭൂമിയുടെ ഫലപുഷ്ടിയിൽ നിന്നും നീ അകന്നിരിക്കും. പക്ഷെ നീ വാളുകൊണ്ട് ജീവിക്കും. നീ നിൻ്റെ സഹോദരന് ദാസ്യവൃത്തി ചെയ്യും. എന്നാൽ നാളെ ഒരു നാൾ നീ സ്വതന്ത്രനാവും. അന്ന് നീ നിൻ്റെ വിധിയെ തിരുത്തി എഴുതും. പിതാവ് വാഗ്ദാനം ചെയ്ത സ്വാതന്ത്ര്യം എത്തിപ്പിടിക്കാനും
തൻ്റെ ജ്യേഷ്ഠസ്ഥാനം തട്ടിയെടുത്ത അനുജനായ യാക്കോബിനോട് പ്രതികാരം ചെയ്യാനുമായിട്ട് ഏശാവ് തീരുമാനിച്ചു. എന്നാൽ തൻ്റെ സഹോദരനെ പറ്റിച്ച് ജ്യേഷ്ഠാവകാശവും അന്ധനായ പിതാവിനെ കബളിപ്പിച്ച് ജ്യേഷ്ഠന് ലഭിക്കാനുള്ള അനുഗ്രഹങ്ങളും കവർന്നെടുത്ത യാക്കോബിന് പിന്നെ അവിടെ നിൽക്കാൻ പറ്റിയില്ല. ഒന്നാമത് അയാൾക്ക് ഏശാവിനെ പേടിയുണ്ടായിരുന്നു. ഏശാവിൻ്റെ പ്രതികാരം തന്നെ തേടി വരും എന്ന് യാക്കോബ് ഭയന്നു. അതുകൊണ്ട് യാക്കോബ് ഹാരാനിലേക്ക് പോയി. അമ്മ റെബേക്കയുടെ അനുവാദത്തോടെയാണ് അയാൾ ഹാരാനിലേക്ക് പോയത്. അമ്മ പറഞ്ഞു, നിൻ്റെ ജ്യേഷ്ഠൻ്റെ രോഷം അടങ്ങുവോളം നീ അവിടെ താമസിക്കുക. നിൻ്റെ ജ്യേഷ്ഠന് നിന്നോടുള്ള കോപം അടങ്ങുകയും നീ ചെയ്തതൊക്കെ മറക്കുകയും ചെയ്യുമ്പോൾ ഞാൻ നിന്നെ ആളയച്ച് ഇങ്ങോട്ട് വരുത്താം. ഒരു ദിവസം തന്നെ നിങ്ങളെ രണ്ടുപേരെയും നഷ്ടപ്പെടുത്തുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെ യാക്കോബ് അമ്മയോട് യാത്ര പറഞ്ഞിട്ട് അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ ഭവനത്തിൽ ചെന്നു. ആടുമാടുകളും കൃഷിയിടങ്ങളും ധാരാളമായുള്ള ഒരു വലിയ കർഷകനായിരുന്നു ലാബാൻ. കുറച്ചു കാലം അവിടെ കഴിയാം, അദ്ദേഹത്തെ സഹായിക്കാം, പിന്നെ അവിടെ വിട്ടു പോകാം എന്നാണ് യാക്കോബ് കരുതിയത്. ഈ ലാബാന് 2 പെൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്, ലേയയും റാഹേലും. അതിൽ ഇളയവളായ റാഹേലിനെ വിവാഹം കഴിക്കാനും ഈ യാക്കോബ് ആഗ്രഹിച്ചിരുന്നു. യാക്കോബ് ലാബാൻ്റെ കൃഷിസ്ഥലത്ത് വളരെ കഠിനമായിട്ട് അധ്വാനിച്ചു. അവൻ നല്ല പണിക്കാരനായിരുന്നു. അപ്പോൾ ലാബാൻ യാക്കോബിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ ബന്ധുവാണെന്ന് കരുതി എനിക്ക് വേണ്ടി എന്തിനാ വെറുതെ പണിയെടുക്കുന്നത്? നിനക്ക് എന്ത് പ്രതിഫലം വേണമെന്ന് പറയൂ, ഞാനത് തരാം. അപ്പോൾ യാക്കോബ് പറഞ്ഞു, അങ്ങയുടെ മകൾ റാഹേലിനെ എനിക്ക് വിവാഹം കഴിച്ചു തന്നാൽ മതി. അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങയുടെ കീഴിൽ 7 വർഷം പണി ചെയ്യാം. ആ 7 വർഷം കഴിയുമ്പോൾ എനിക്ക് റാഹേലിനെ വിവാഹം കഴിച്ചു തരണം. അപ്പോൾ ലാബാൻ അത് സമ്മതിച്ചു. അങ്ങനെ യാക്കോബ് റാഹേലിന് വേണ്ടി ലാബാൻ്റെ കീഴിൽ 7 വർഷം പണിയെടുത്തു. അവളോടുള്ള അനുരാഗം മൂലം 7 ആണ്ടുകൾ കടന്നുപോയത് അയാൾ അറിഞ്ഞതുപോലെയില്ല. 7-ാം വർഷം പൂർത്തിയായപ്പോൾ യാക്കോബ് ലാബാനെ സമീപിച്ചിട്ട് പറഞ്ഞു, 7 വർഷമായി ഞാനിവിടെ പണിക്ക് വന്നിട്ട് ഇനി എനിക്ക് തിരിച്ചു പോകണം. അതിന് മുമ്പായിട്ട് എനിക്ക് റാഹേലിനെ ഭാര്യയാക്കി നൽകണം. പറഞ്ഞുറപ്പിച്ച വാക്കിൽ നിന്ന് പിന്മാറുന്നത് ഭംഗിയല്ല. എങ്കിലും അത്രയും വേഗം യാക്കോബിനെ സ്വതന്ത്രനാക്കാൻ ലാബാൻ ആഗ്രഹിച്ചില്ല. അവൻ്റെ കൈമിടുക്കും കാര്യശേഷിയും കൊണ്ട് അയാളുടെ സമ്പാദ്യം 7 വർഷത്തിനകം 10 മടങ്ങായിട്ട് വർദ്ധിച്ചിരുന്നു. വെള്ളമുള്ള സ്ഥാനം കണ്ടുപിടിക്കാനും കിണർ കുഴിക്കാനും ഒക്കെ വളരെ മിടുക്കനായിരുന്നു യാക്കോബ്. അയാളെക്കൊണ്ട് ഹാരാൻകാർക്ക് വളരെയധികം പ്രയോജനമുണ്ടായി. അതുകൊണ്ട് ലാബാൻ തൻ്റെ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടി വലിയൊരു വിരുന്നൊരുക്കി. എന്നിട്ട് വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. മണ്ഡപത്തിലേക്ക് യാക്കോബ് വളരെ ആഘോഷമായിട്ട് എത്തിച്ചേർന്നു. രാത്രിയായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നിരുന്നത്. പെട്ടെന്ന് വിളക്കുകളെല്ലാം അണഞ്ഞു. അതൊരു വലിയ കെണിയാണ് എന്ന് യാക്കോബിന് മനസ്സിലായില്ല. അത് ആ നാട്ടിലുള്ളൊരു ആചാരമാണ് എന്നാണ് മറ്റുള്ളവർ അയാളോട് പറഞ്ഞിരുന്നത്. പക്ഷേ വിവാഹം കഴിഞ്ഞ് നേരം വെളുത്ത് ലാബാൻ നോക്കിയപ്പോൾ തൻ്റെ കൂടെയുള്ളത് റാഹേലല്ല, പകരം റാഹേലിൻ്റെ ജ്യേഷ്ഠത്തിയായ ലേയയാണ്. വഞ്ചകി, നീയും നിൻ്റെ അപ്പനും കൂടി എന്നെ വഞ്ചിച്ചു എന്ന് യാക്കോബ് അലറി. എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കല്യാണ സമയത്ത് റാഹേൽ റാഹേൽ എന്ന് ഞാൻ വിളിച്ചപ്പോൾ നീ വിളി കേട്ടത്? ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞത് ലേയായിരുന്നില്ല, അവിടെ എത്തിയ ലാബാനായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നിൻ്റെ മുൻപിൽ നിൽക്കുന്നത് ലേയാണോ അതോ റാഹേലാണോ എന്ന് തിരിച്ചറിയാതിരിക്കാൻ തക്കവണ്ണം നിൻ്റെ കാഴ്ച നശിച്ചിരുന്നില്ല. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തീർത്തും അന്ധനായി പോയൊരു മനുഷ്യൻ നീ എൻ്റെ മകൻ ഏശാവാണോ എന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ നീ അത് എന്ന് ഉത്തരം നൽകിയിരുന്നില്ലേ? യാക്കോബിന് പറയാൻ മറുപടിയില്ലായിരുന്നു. പിതാവിൽ നിന്ന് അനുഗ്രഹങ്ങൾ കവർന്നെടുക്കാൻ അമ്മയുടെ ഒത്താശയോടെ ഏശാവിൻ്റെ വേഷം കെട്ടി ഒരേ സമയം അമ്മയെയും ജ്യേഷ്ഠനെയും വഞ്ചിച്ചതിൻ്റെ ശിക്ഷ വർഷങ്ങൾക്കിപ്പുറം അന്യദേശത്ത് വെച്ച് തനിക്ക് ലഭിച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാത്രമേ മനുഷ്യന് ഒളിച്ചിരിക്കാൻ കഴിയുകയുള്ളൂ. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഒളിച്ചോടുക മനുഷ്യന് അസാധ്യമാണെന്ന് യാക്കോബിന് മനസ്സിലാക്കി കൊടുത്തൊരു പാഠമായിരുന്നു അത്. പിന്നീട് 7 വർഷം കൂടി വീണ്ടും ജോലി ചെയ്തതിന് ശേഷമാണ് അയാൾക്ക് റാഹേലിനെ വിവാഹം കഴിക്കാൻ പറ്റിയത്. തുടർച്ചയായിട്ട് വഞ്ചനകൾക്ക് വിധേയനാകേണ്ടി വരുന്നതിൻ്റെ ക്രൂരമായ കഥയായിരുന്നു യാക്കോബിൻ്റെ പിന്നീടുള്ള ജീവിതം മുഴുവനും. ലേയെ വിവാഹം കഴിച്ചതിന് ശേഷം വീണ്ടും റാഹേലിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് യാക്കോബ് 7 വർഷം കൂടെ ലബാൻ്റെ അടുത്ത് പണി ചെയ്തില്ല. അങ്ങനെ 14 വർഷം കൊണ്ട് അയാൾ ലബാൻ്റെ സമ്പാദ്യം ഒരുപാട് വർദ്ധിപ്പിച്ചു കൊടുത്തു. ആടുമാടുകളും കൃഷിയിടങ്ങളും അയാൾക്ക് ഒരുപാടുണ്ടായി. യാക്കോബിൻ്റെ സമ്പത്ത് ഒട്ടും കുറവായിരുന്നില്ല. കഠിനാധ്വാനം ചെയ്യുന്നതിനുള്ള ആരോഗ്യവും അതിനെ പരിപോഷിപ്പിക്കുന്ന ബുദ്ധി സാമർഥ്യവും കൊണ്ട് അയാൾ അനുഗ്രഹീതനായിരുന്നു. അതുകൊണ്ട് ലബാനെ അതിശയിപ്പിക്കുന്ന ഒരു വളർച്ച യാക്കോബിനും ഉണ്ടായി. അതോടെ ലബാൻ്റെ ആൺമക്കൾ യാക്കോബിനെതിരെ തിരിഞ്ഞു. നമ്മുടെ പിതാവിൻ്റെ സമ്പത്തെല്ലാം യാക്കോബ് കൈവശപ്പെടുത്തുമെന്നും നമ്മുടെ പിതാവിൻ്റെ സഹായം കൊണ്ടും അദ്ദേഹത്തിൻ്റെ സമ്പത്തും കൊണ്ടുമാണ് യാക്കോബ് ഇത്രയധികം പണക്കാരനായെന്നുമൊക്കെ അവർ പറഞ്ഞു തുടങ്ങി. വളരെ യാദൃശ്ചികമായിട്ട് യാക്കോബ് ഇത് കേൾക്കാനും ഇടയായി.
ഇനിയും ഈ അന്യദേശത്ത് ഭാര്യമാരുടെ ദേശത്ത് തുടർന്നാൽ ശരിയാവുകയില്ല എന്ന് അയാൾക്ക് തോന്നി. അതുമാത്രമല്ല, ലാബാൻ്റെ അയാളോടുള്ള പെരുമാറ്റവും അടിക്കടി മോശമായി വന്നുകൊണ്ടിരുന്നു. പ്രാർത്ഥനാ സമയത്ത് യാക്കോബ് ദൈവത്തിനോട് ഇതേപ്പറ്റി സംസാരിച്ചു, ഇതേപ്പറ്റി കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ നിൻ്റെ പിതാക്കന്മാരുടെയും ബന്ധുക്കളുടെയും നാട്ടിലേക്ക് പോവുക, ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് ദൈവം അയാൾക്ക് ധൈര്യം പകർന്നു കൊടുത്തു. അവിടെ നിന്ന് തനിച്ച് രക്ഷപ്പെടുന്നതിൽ അർത്ഥമില്ല എന്ന് അയാൾക്കറിയാമായിരുന്നു. അയാളുടെ ഭാര്യമാർ, മക്കൾ, സമ്പാദ്യങ്ങൾ എല്ലാം കൊണ്ടുപോകണം. അതിനാദ്യം വേണ്ടത് ഭാര്യമാരുടെ പിന്തുണയാണ്. അവർ തൻ്റെ ഒപ്പം നിന്നാൽ പിന്നെ പിതാവിനും അവരുടെ സഹോദരന്മാർക്കും തന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന് യാക്കോബിന് അറിയാമായിരുന്നു. അതുകൊണ്ട് യാക്കോബ് ലേയെയും റാഹേലിനെയും വിളിച്ച് പാടത്ത് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ വെച്ച് ചോദിച്ചു, നിങ്ങളുടെ പിതാവിൻ്റെ എന്നോടുള്ള മനോഭാവം മാറി വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ. എൻ്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ച് നിങ്ങളുടെ പിതാവിന് വേണ്ടി ഞാൻ എത്ര കാലം പണിയെടുത്തു. എന്നിട്ടും നിങ്ങളുടെ പിതാവ് എന്നെ ചതിക്കുകയും 10 പ്രാവശ്യം എൻ്റെ കൂലിയിൽ മാറ്റം വരുത്തുകയും ചെയ്തു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും കൂടി എൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു പോകാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾ എന്ത് പറയുന്നു? അപ്പോൾ 2 ഭാര്യമാരും അതിന് സമ്മതിച്ചു. അവർ ഇക്കാര്യം ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അന്ന് രാത്രി തന്നെ ഇവിടം വിട്ടു പോകാൻ അവർ തീരുമാനമെടുത്തു. അങ്ങനെ രാത്രി യാക്കോബ് തൻ്റെ 2 ഭാര്യമാരെയും 2 പരിചാരകന്മാരെയും 11 മക്കളെയും കൂട്ടിക്കൊണ്ട് യാബോക്ക് എന്ന കടവ് വരെ വന്നു. അവിടെ പുഴയായിരുന്നു, പുഴയുടെ കടവായിരുന്നു അത്. എന്നിട്ട് ഓരോരുത്തരെയായിട്ട് അയാൾ പുഴയ്ക്ക് അക്കരെ കടത്തി വിട്ടു. അതിനുശേഷം തൻ്റെ സമ്പാദ്യം മുഴുവൻ അക്കരെ എത്തിച്ചു. യാക്കോബ് മാത്രം കടവിൽ ബാക്കി. അയാളുടെ കൂടെ കുറച്ച് ആട്ടും പറ്റം ഉണ്ടായിരുന്നു. ഈ യാക്കോബിന് എവിടെ പോയാലും ഏശാവ് തൻ്റെ പിന്നാലെ വരും, തന്നെ ഉപദ്രവിക്കും എന്നൊരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സ്ഥലം വിട്ട് പോകുന്നതിന് മുമ്പ് ഏശാവിനോട് ഒരു അനുരഞ്ജന ശ്രമം നടത്താൻ യാക്കോബ് തീരുമാനിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരെയും കടത്തി വിട്ടിട്ട് അയാൾ അവിടെ നിന്നത്. ഏശാവിനോട് ഇങ്ങോട്ട് വരാൻ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരിച്ചു ചെല്ലുമ്പോൾ ജീവിതം ദുരിതപൂർണ്ണമാകരുത്, സഹോദരന്മാർ തമ്മിലുള്ള ശത്രുത കുടുംബജീവിതത്തിൽ അലോസരമുണ്ടാക്കും, അത് വേണ്ട എന്ന് കരുതിയാണ് അയാൾ ഏശാവിനോട് സംസാരിക്കാൻ വേണ്ടി അവിടെ നിന്നത്. അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഒരു വലിയ ആട്ടും പറ്റവും തെളിച്ചുകൊണ്ടൊരു മനുഷ്യൻ വരുന്നത് കണ്ടു. അത്ര വലിയൊരു ആട്ടും പറ്റം അതിനു മുമ്പ് യാക്കോബ് കണ്ടിട്ട് പോലും ഇല്ല. യാക്കോബ് അയാളോട് പറഞ്ഞു, നിൽക്കവിടെ. അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, എന്ത് വേണം? യാക്കോബ് പറഞ്ഞു, ഞാനാണ് ആദ്യം കടവിലെത്തിയത്, കൊണ്ട് ഞാനാണ് കടവ് കടക്കാൻ പോകുന്നത്, അതിന് ശേഷം നിങ്ങൾ കടന്നാൽ മതി. അപ്പോൾ ഈ വന്ന മനുഷ്യൻ പറഞ്ഞു, അത് പറ്റില്ല, എനിക്ക് തിരക്കുണ്ട്, എനിക്ക് വേഗം കടന്നു പോകണം. യാക്കോബ് പറഞ്ഞു, അത് പറ്റില്ല, കാരണം ഇവിടുത്തെ നിയമം അനുസരിച്ചിട്ട് ആരാണോ ആദ്യം വന്നത് അയാളാണ് കടക്കേണ്ടത്, അതുകൊണ്ട് ഞാൻ കടന്നു പോയിട്ട് നിങ്ങൾ പോയാൽ മതി. അപ്പോൾ ഈ വന്ന മനുഷ്യൻ പറഞ്ഞു, അത് ഇവിടുത്തുകാരുടെ നിയമമല്ലേ, ഈ നാട്ടിലെ നിയമമല്ല, നീ ഇവിടുത്തുകാരനല്ലല്ലോ, നീ ഇങ്ങോട്ട് അഭയം തേടി വന്നവനല്ലേ, അതുകൊണ്ട് ഈ നിയമം നിനക്ക് ബാധകമല്ല. യാക്കോബ് എന്ത് പറയണം എന്നറിയാൻ വയ്യാതെ നിന്നപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ശരി, നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്ക് 2 പേർക്കും ഒരുമിച്ച് പുഴ കടക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, നിൻ്റെ ആട്ടുംപറ്റങ്ങളെ അക്കരെ കടത്താൻ ഞാൻ സഹായിക്കും, അതുപോലെ എൻ്റെ ആട്ടുംപറ്റങ്ങളെ അക്കരെ കടത്താൻ നീ സഹായിക്കണം. യാക്കോബ് സമ്മതിച്ചു. അങ്ങനെ യാക്കോബിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചെറിയ ആട്ടുംപറ്റത്തെ ആ മനുഷ്യൻ ഓരോന്നായിട്ടെടുത്ത് നദി കടത്തി വിട്ടു. അതിനുശേഷം യാക്കോബ് ഈ മനുഷ്യൻ്റെ ആട്ടുംപറ്റത്തെ നദി കടത്താൻ വേണ്ടി ശ്രമിച്ചു. അയാൾ അക്കരെ ഇക്കരെ നീന്തി കുഴയുന്ന അല്ലാതെ ആടുകൾ കുറയുന്നില്ല. അക്കരെ എത്തിച്ചു കഴിഞ്ഞതിൻ്റെ അത്രയും ഇരട്ടി പിന്നെയും ഇക്കരെ ബാക്കി. യാക്കോബ് ആകെ ക്ഷീണിച്ചു. അയാൾ 100 അല്ല 200 അല്ല 300 ആടുകളെ നദി കടത്തിവിട്ടു. എന്നിട്ടും പിന്നെയും ആടുകൾ ബാക്കിയാണ്. ഇത് വഞ്ചനയാണ്. ആഗതൻ്റെ ഉടുപ്പിൽ കയറി പിടിച്ചുകൊണ്ട് യാക്കോബ് പറഞ്ഞു, നേരം പുലർന്നാലും ഞാൻ മറുകര കാണാതിരിക്കാനുള്ള തന്ത്രമാണിത്. അവസാനം ഇവർ തമ്മിൽ മൽപ്പിടുത്തമായി. നേരം പുലരുവോളം നീണ്ടു നിന്ന പോരാട്ടം, ആരും ജയിക്കാത്ത എന്നാൽ ആരും തോൽക്കാത്ത പോരാട്ടം. യാക്കോബിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവനെ മാരകമായിട്ട് പ്രഹരിക്കാൻ ആഗതൻ തുനിഞ്ഞ നിമിഷം അവരിരുവരും പെട്ടെന്നൊരു ശബ്ദം കേട്ടു. അരുത്. സ്വർഗത്തിൽ നിന്നുള്ളൊരു ശബ്ദമായിരുന്നു അത്. എൻ്റെ പുരോഹിതനായ യാക്കോബിനെ നീ മുറിവേൽപ്പിച്ചോ? അതെന്താ, ഞാനല്ലേ അങ്ങയുടെ പുരോഹിതൻ എന്ന് ആഗതൻ ചോദിച്ചു. അതെ, നീ സ്വർഗത്തിലെ പുരോഹിതനാണെങ്കിൽ ഇവനാണ് ഭൂമിയിലെ എൻ്റെ പുരോഹിതൻ. അപരിചിതൻ്റെ വേഷത്തിലെത്തി നേരം പുലരും വരെ യാക്കോബിനോട് പൊരുതിയ, എന്നിട്ടും അവനെ തോൽപ്പിക്കാൻ കഴിയാത്ത മിഖായേൽ മാലാഖ യാക്കോബിനോട് പറഞ്ഞു, എനിക്ക് തോൽപ്പിക്കാനാവാത്ത നിന്നെ ആർക്കാണ് പരാജയപ്പെടുത്താൻ പറ്റുക? നീ എന്തിന് ഏശാവിനെ പേടിക്കണം? ധൈര്യത്തോടെ പുഴ കടക്കുക. അങ്ങനെ യാക്കോബ് പുഴ കടന്ന് തൻ്റെ സ്വദേശത്തേക്ക് പോയി. സഹോദരങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വീണ്ടും തുടർന്നു. എന്നാലും ദൈവത്തിൻ്റെ സഹായത്തോടെ യാക്കോബ് അതിനെല്ലാം മറികടന്നു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.